പൂജകൾക്കും ക്ഷേത്രങ്ങളിലെ ഒക്കെയാണ് 7 തിരിയുടെ വിളക്ക് ഉപയോഗിക്കുക. ഇത് സപ്തർഷികളെ ആദരിക്കുന്നതിലും സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ആണ് കത്തിക്കപ്പെടുന്നത് എന്നാണ്. തിരികൾ കത്തിക്കുന്ന ഒരു ദിശയുണ്ട്. സാധാരണയായി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടാണ് 2 തിരി അഥവാ വീട്ടിൽ വിളക്ക് കത്തിക്കുക. കിഴക്കും വിദ്യയും പടിഞ്ഞാറ് ധനൈശ്വര്യവും നൽകുന്നു എന്നതാണ് അതിന്റെ വിശ്വാസവും ഐതിഹ്യവും. തെക്കോട്ട് തിരിയിട്ട് കത്തിക്കാറില്ല. അത് പിതൃ കർമ്മങ്ങൾക്ക് മാത്രമാണ് തെക്കോട്ട് തിരിയിടുക എന്നതാണ്. നിലവിളക്കിന് ഏറ്റവും മുകളിൽ കാണുന്ന മയിലും സ്തൂപവും അതിന് മകുടമുണ്ട്. നിലവിളക്കിന് ഏറ്റവും മുകളിലായി കാണുന്ന രൂപങ്ങൾക്ക് മകുടം എന്നാണ് പറയുക. ഇവക്ക് പിന്നിലും ചില ഐതിഹ്യവും വിശ്വാസ സങ്കല്പവും. സ്തൂപം അഥവാ അതിന്റെ കൂമ്പ് രൂപം, ഇതൊരു കൂമ്പിന്റെയോ അല്ലെങ്കിൽ മുകുളത്തിന്റെയോ മൊട്ട് രൂപത്തിലാണ് കാണപ്പെടുക. ഇത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഉദയത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. തടസ്സമില്ലാതെ ഊർജം എനർജി മുകളിലേക്ക് പ്രവഹിക്കുന്നതിന്റെ പ്രതീകമായി കൊണ്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ചില നിലവിളക്കിന് മേൽ മയിലിന്റെ രൂപം ഉണ്ടാവും. മയിൽ വിളക്ക് എന്നറിയപ്പെടുന്ന മയിൽ എന്നത് നെഗറ്റീവ് ഊർജത്തെയും വിഷാംശങ്ങളെയും പാമ്പുകളെ പോലെ ഉള്ള വിഷാംശങ്ങളെ നശിപ്പിക്കുന്ന പക്ഷിയായിക്കൊണ്ട് പുരാണങ്ങളിൽ പറയപ്പെടുന്നതാണ് മയിൽ. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനവുമായിട്ട് വിളക്കിന് മുകളിൽ മയിലിന്റെ രൂപം വെക്കുന്നത് വീട്ടിലെ ദോഷങ്ങളും കണ്ണേറുകളും ഇല്ലാതാക്കി ഐശ്വര്യം കൊണ്ടുവരാനാണ് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ അന്നപ്പക്ഷി ഹംസം, ചില വിളക്കുകളിൽ അന്നപ്പക്ഷിയുടെ രൂപം കാണാം. പാലിൽ നിന്ന് വെള്ളം വേർതിരിച്ചുകൊണ്ട് പാൽ മാത്രം കുടിക്കുന്ന പക്ഷിയാണ് ഹംസം എന്നത്. അഥവാ തിന്മകളിൽ നന്മയെ മാത്രം സ്വീകരിക്കുകയും എന്ന വലിയ തത്വം ഇത് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിലവിളക്കിന്റെ അതിന്റെ ഘടനയും അതിന്റെ തത്വവും. നിലവിളക്ക് എന്നത് ത്രിമൂർത്തികളുടെ പ്രതീകമായാണ് ഹൈന്ദവ വിശ്വാസത്തിൽ കണക്കാക്കപ്പെടുന്നത്. അഥവാ വിളക്കിന്റെ ഓരോ ഭാഗവും ഓരോ ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. അടിഭാഗം, വിളക്കിന്റെ താഴ്ഭാഗം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു അഥവാ സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്നു. നടുഭാഗം അതിന്റെ തണ്ട്, അത് വിളക്കിന്റെ ആ നീണ്ട തണ്ട് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു അഥവാ സ്ഥിതി സംരക്ഷണം എന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. മുകൾ ഭാഗം അഥവാ താങ്ങ് എണ്ണ ഒഴിക്കുന്ന ആ സ്ഥലം, എണ്ണ ഒഴിച്ച് തിരിവെക്കുന്ന ഭാഗം, അത് ശിവനെ സൂചിപ്പിക്കുന്നു. സംഹാരം, മാറ്റം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന് മുകളിലുള്ള നാളം, വെളിച്ചം, വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം, അത് ലക്ഷ്മിയായും അതിന്റെ ചൂട് പാർവതിയായും പ്രകാശത്തിന്റെ തിളക്കം സരസ്വതിയായും സങ്കല്പിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗീതത്തിലെ വന്ദേമാതര ഗീതത്തിലെ പരാമർശങ്ങളും ഇത്തരത്തിലുള്ള ദൈവങ്ങളിലേക്ക് വിരൽ ചൂടുകയും അതിലേക്ക് അർത്ഥമാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസമുള്ള ആളുകൾക്ക് ആദരവോടെ ആ ആരാധനാ ക്രിയകൾ നടത്തുന്നതിന് ഇന്ത്യ രാജ്യം, ഭാരതത്തിന്റെ ഭരണഘടന യാതൊരു തടസ്സവും നൽകുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഈ വിശ്വാസമുള്ള ആളുകൾ, ഇതിന് വിരുദ്ധമായ വിശ്വാസം പുലർത്തുന്ന ആളുകൾക്ക് ഇതിനോട് വിയോജിക്കുവാനുള്ള അവകാശവും വകവെച്ചു നൽകുന്നു എന്നാണ്. 33 കോടി ദേവതകളുടെ ചൈതന്യം വിളക്കിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില വിശ്വാസങ്ങൾ കാണാൻ കഴിയും. എണ്ണയുടെ പ്രാധാന്യം. വിളക്ക് കത്തിക്കാൻ വേണ്ടി നല്ലെണ്ണ അല്ലെങ്കിൽ പശുവിൻ നെയ്യ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഇത് അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും ആരോഗ്യകരമായ വായു പ്രദാനം ചെയ്യുകയും എന്നൊക്കെ വിശ്വാസത്തിൽ വെളിച്ചെണ്ണയും അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസമാണ് നിലവിളക്ക് ഊതിക്കെടുത്താൻ പാടില്ല. വിളക്ക് ഒരിക്കലും വായു കൊണ്ട് ഊതിക്കെടുത്താൻ പാടില്ല. അത് അശുദ്ധിയായിട്ട് കരുതപ്പെടുകയും പൂവോ അല്ലെങ്കിൽ എണ്ണയിലേക്ക് തിരി അല്പം ഇറക്കി വെച്ചുകൊണ്ട് വേണം ദീപം അണയ്ക്കാൻ. അങ്ങനെ ദീപം അണയ്ക്കുന്നതിന് ദീപം വാഴ്ത്തുക എന്നതാണ് പേരായിട്ട് പറയപ്പെടുന്നത്. അഥവാ ചുരുക്കത്തിൽ ഇതൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ശിർക്കിന്റെ, തൗഹീദിന് വിരുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന്റെ മൗലികമായ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ, ആചാരങ്ങൾ ഇതിനകത്തൊക്കെ ഉൾച്ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ കണിശതയും കാർക്കശ്യവും അതിന്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കണമെന്ന നിലപാടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വിയോജിക്കുന്നത് അത് തികച്ചും ആദർശപരമാണ്, വിശ്വാസപരമാണ്, അത് ഭരണഘടനാപരവുമാണ് എന്നുള്ളതാണ് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വിശ്വാസപരമായി, ആദർശപരമായി പലതരത്തിലുള്ള വ്യതിയാനങ്ങൾക്കൊക്കെ നമ്മളെ സ്വാധീനിക്കുകയും പ്രേരിപ്പിക്കുകയും അതല്ലെങ്കിൽ വ്യതിചലിപ്പിക്കപ്പെടുകയും ആകർഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെല്ലാം തന്നെ ആദർശത്തിന്റെ വിശുദ്ധി, അത് പരിശുദ്ധമായി കരുത്തോടെ അതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള എല്ലാ തുണയും തൗഫീഖും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരു മുവഹിദായി, മുത്തഖിയായി, ഏകദൈവ വിശ്വാസിയായി ജീവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, തിക്താനുഭവങ്ങൾ, അതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അത് കൈവിടാതെ അത് ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിന്റെ പ്രചാരണത്തിനും സംസ്ഥാപനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും നാളെ പരലോകത്ത് അതിന്റെ ഘനഭാരം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു. ജീവിക്കുന്ന മതേതര സാഹചര്യങ്ങളിൽ ഇതര മതവിശ്വാസികളുടെ ആശയങ്ങളെയും ആചാരങ്ങളെയും ആരാധനാ രീതികളെയും ആരാധനാലയങ്ങളെയും ഒക്കെ അതിനെയൊക്കെ ആരാധനയോടുകൂടി കാണുന്നതിന് പകരം അതിനെയൊക്കെ മര്യാദപൂർവ്വം സംസ്കാരത്തോടുകൂടി ആദരവോടുകൂടി അതിനെയൊക്കെ വകവെക്കുകയും അംഗീകരിക്കുകയും അവരുടെ വിശ്വാസത്തെ അവരുടെ മൂല്യങ്ങളെയും ഒക്കെ അംഗീകരിക്കാനും അതിന് ഉൾക്കൊള്ളാനുമുള്ള വിശാല മനസ്സ് അല്ലാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം സത്യവിശ്വാസവും സത്യസന്ധതയും വിശുദ്ധിയും തൗഹീദും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഏറ്റവും ഉത്തമരായ മുഅ്മിനീങ്ങളിൽ മുത്തഖീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലതരത്തിലുള്ള കെടുതികൾ കൊണ്ട് കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ സാക്ഷിയായി കൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാവുകയും മരണപ്പെടുകയും അതിന്റെ കെടുതികൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹുവിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തികവും ശാരീരികവും രാഷ്ട്രീയവും സാമൂഹികവും ദാമ്പത്യപരവും എല്ലാമായിട്ടുള്ള പ്രയാസങ്ങളെ ഈമാനിന്റെ കരുത്തുകൊണ്ട് ക്ഷമയോടെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ക്ഷമയും തഖ്വയും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ നമ്മളോട് വസിയത്ത് ചെയ്തു. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കബൂലാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച മുതൽ കൂട്ടി സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ജുമാക്ക് ശേഷമുള്ള കളക്ഷൻ അത് പ്രളയത്തിലകപ്പെട്ടിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് പ്രളയത്തിലകപ്പെട്ട ഒരുപാട് സംസ്ഥാനങ്ങളും നാടുകളും പ്രദേശങ്ങളുണ്ട്. അവിടെ അതിനിരയായ ആളുകൾക്കുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പരമാവധിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്ന് അനുഗ്രഹിക്കുന്നതാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.